ബി.ജെ.പിയിൽ ഇപ്പോൾ എല്ലാം ഹൈടെക് ആണ്. കോർപ്പറേറ്റ് മുതലാളി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികവുമാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഹൈടെക് ആണ് എന്ന് വെച്ചാൽ ബി.ജെ.പിയുടെ സംഘടനാ പ്രവർത്തനം അടി മുതൽ മുടി വരെ ഹൈടെക്കായി മാറിയിരിക്കുന്നു എന്നർത്ഥം. ബി.ജെ.പിയുടെ സാധാരണ പ്രവർത്തകർ ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ ഏജൻസിയാണ് ചെയ്യുന്നത്. വരാഹി എന്ന് പറയുന്ന ഏജൻസിയാണ് ചെയ്യുന്നത്. ഏജൻസിയുടെ ആളുകൾ താഴെ തട്ടിൽ വരെയുണ്ട്. അവരാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്, മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്, വാഹനത്തിൽ പ്രചാരണം നടത്തുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഏജൻസിക്ക് കൈമാറിയിരിക്കുകയാണ്. അടിമുടി ഹൈടെക്കായി മാറി ബി.ജെ.പി എന്നാണ് ബി.ജെ.പി നേതാക്കൾ തന്നെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പ് പ്രവർത്തനവും ഹൈടെക് ആവുമല്ലോ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എല്ലാ മലയാളികൾക്കും കർക്കിടക ദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. പക്ഷേ കർക്കിടകം 1 നാളെയാണ്, ഇന്നല്ല. അദ്ദേഹത്തിന് മാറിപ്പോയി. അദ്ദേഹത്തെ ട്രോളിക്കൊണ്ട് ബി.ജെ.പി അനുകൂല പേജ് തന്നെ രംഗത്ത് വരുന്നു. അതാണ് സേവ് ബി.ജെ.പി ഫോറം എന്ന പേജ്. ഈ പേജ് ആരംഭിച്ചത് 2020 നവംബർ 20-നാണ്. അതിനുശേഷം പോസ്റ്റുകളൊന്നുമില്ല. ആ പോസ്റ്റ് ബി.ജെ.പിയുടെ ചിഹ്നമായ താമരയുടെ പോസ്റ്റാണ്. അതിനുശേഷം മറ്റൊരു പോസ്റ്റൊന്നും ഇപ്പോൾ പേജിലില്ല. പിന്നീടുള്ളതെല്ലാം രാജീവ് ചന്ദ്രശേഖറിന് എതിരെയുള്ള പോസ്റ്റാണ്. ആരാണ് ഇതിന് പിറകിൽ? ജൂലൈ 14-ാം തീയതിയാണ് ആദ്യ പോസ്റ്റ്. 2020 ശേഷം ആദ്യ പോസ്റ്റ് വരുന്നത് ജൂലൈ 20-നാണ് 2025. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസത്തിന് തൊട്ട് മുമ്പാണ് ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടിക പുറത്തു വന്നത്. വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും വെട്ടിനിരത്തിയത്. അന്നു മുതലാണ് ഈ പേജ് സജീവമായത്, വീണ്ടും സജീവമായത്. അപ്പോൾ അതിന് പിറകിൽ ആരായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ. കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും അനുയായികൾ തന്നെയാകണം ഈ പോസ്റ്റിനും ഈ പേജിനും ഫേസ്ബുക്ക് പേജിനും പിറകിലുള്ളത് എന്ന്. ഏറ്റവും അവസാനത്തെ പേജ് രാജീവ് ചന്ദ്രശേഖരെ ട്രോളിക്കൊണ്ടാണ്. മലയാളി അല്ലാത്ത മുതലാളിക്ക് കർക്കിടകമേത് ചിങ്ങമേത്, കേരളം പിടിക്കാൻ ആദ്യം പോയി മലയാളവും മലയാളിയെയും പഠിക്ക്, NJP പ്രസിഡന്റ് എന്നാണ്. ബി.ജെ.പി എന്നല്ല ഉപയോഗിക്കുന്നത്, NJP എന്നാണ് ഉപയോഗിക്കുന്നത്. NJP എന്ന് വെച്ചാൽ നാഷണൽ ജനതാ പാർട്ടി എന്നാണ്. ഈ പേജിലുള്ള ആകെ 3-4 പോസ്റ്റുകൾ മാത്രമാണ്. അതെല്ലാം രാജീവ് ചന്ദ്രശേഖരന് എതിരാണ്. അല്ലാത്ത മുതലാളിക്ക് കർക്കിടകമേത് ചിങ്ങമേത്, കേരളം പിടിക്കാൻ ആദ്യം പോയി മലയാളവും മലയാളിയെയും പഠിക്ക്, NJP പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്നിട്ട പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി പങ്കുവച്ചിട്ടുണ്ട്. രാമായണ മാസത്തിന് ആരംഭം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണത്തിൻ്റെ പുണ്യം നുകർന്ന് പ്രാർത്ഥനയും പാരായണവുമായി ഇനി ഒരു മാസം. ഈ പുണ്യമാസം എല്ലാ വീടുകളിലും അനുഗ്രഹങ്ങളും സമൃദ്ധിയും നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്നിട്ട പോസ്റ്റാണ്. രാജീവ് ചന്ദ്രശേഖർ ഇന്നിട്ട പോസ്റ്റാണ്. അദ്ദേഹം അത് പിന്നീട് പിൻവലിച്ചു. കാരണം നാളെയാണ് കർക്കിടകം 1. നാളെയാണ് ആ പോസ്റ്റ് വരേണ്ടത്. ഇന്ന് തന്നെ ഇട്ടതിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരികയും ചെയ്തിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിനെ ട്രോളിക്കൊണ്ടാണ് ഏറ്റവും അവസാനത്തെ പോസ്റ്റ് സേവ് ബി.ജെ.പി ഫോറം എന്ന ഫേസ്ബുക്ക് പേജിലുള്ളത്. അതിനു മുമ്പ് 2 ദിവസമായി സദാനന്ദൻ മാഷിനെ CPM-കാരും കോൺഗ്രസ്സുകാരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തെ കൊടും ക്രിമിനലായി ചിത്രീകരിച്ചിട്ടും NJP സംസ്ഥാന പ്രസിഡന്റോ ലക്ഷങ്ങൾ ചെലവഴിച്ചുണ്ടാക്കിയ മുതലാളിയുടെ IT സെല്ലോ ഒരു വാക്കും ഒഴിഞ്ഞിട്ടില്ല. മുതലാളി അറിയാതെയാണ് സംഘം വഴി മാഷ് രാജ്യസഭയിൽ എത്തിയത്. അതിൻ്റെ ദേഷ്യമാണ് മുതലാളിയും അടിമകളും തീർക്കുന്നത് എന്നാണ് ആ പോസ്റ്റ്. എന്ന് വെച്ചാൽ C സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരുന്നു. അത് വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് നോമിനേഷൻ നടന്നത്? നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിരുന്ന ഒരാൾ എങ്ങനെയാണ് രാജ്യസഭാംഗമാകുന്നത്? എമിനന്റ് പേഴ്സൺ പട്ടികയിൽ എങ്ങനെയാണ് ഉൾപ്പെടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. RSSന്റെ നേതാവായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് രാജ്യസഭാംഗം നൽകുന്നത്. അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച് രാജ്യസഭാംഗമാകുന്നതിനോട് ആർക്കും എതിർപ്പില്ല. പക്ഷേ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക. എന്നാൽ അതിന് പകരം കേവലം ഒരു RSSന്റെ പ്രാദേശിക നേതാവിനെ നോമിനേറ്റ് ചെയ്തത് എന്തിന് എന്ന ചോദ്യം ഉയർന്നിരുന്നു. ആ സമയത്തൊന്നും ഒരക്ഷരം മിണ്ടിയിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. അതും രാജീവ് ചന്ദ്രശേഖറിന് എതിരാണ്. പാദപൂജ വിഷയത്തിൽ പ്രതികരണമില്ല. ഗവർണറെ SFI കൊല്ലുമെന്ന് പറഞ്ഞിട്ടും പ്രതികരണമില്ല. സദാനന്ദൻ മാസ്റ്ററെ ചെന്നിത്തല അപമാനിച്ചിട്ടും പ്രതികരണമില്ല. കേരള ബി.ജെ.പി ഷണ്ഡീകരിക്കപ്പെട്ടോ മുതലാളി എന്ന് ചോദിച്ചുകൊണ്ടുള്ള
പേജാണ്. അതിൽ താഴെ രാജീവ് ചന്ദ്രശേഖരന്റെ ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുതലാളി എന്ന് ഉദ്ദേശിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരെ തന്നെയാണ് എന്നത് ഇതിലും വ്യക്തമാണ്. എന്ന് വെച്ചാൽ BJP-യിൽ ഗ്രൂപ്പിസം ശക്തമാവുകയാണ്. ചന്ദ്രശേഖര വിരുദ്ധ വിഭാഗം ശക്തിപ്പെടുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഈ ഫേസ്ബുക്ക് പേജ് പുനരുജ്ജീവിപ്പിച്ചത് അല്ലെങ്കിൽ സജീവമാക്കിയത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. BJP-യിൽ മുരളീധര വിഭാഗത്തെ എന്ന് വെച്ചാൽ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും അവരെ അനുകൂലിക്കുന്നവരെയും പൂർണ്ണമായും വെട്ടിനിർത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്. അതിന് എതിരെയുള്ള പ്രതിഷേധം BJP-ക്കകത്ത് മെല്ലെ മെല്ലെ തല പൊക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഫേസ്ബുക്ക് പേജും.